സർക്കാർ ആശുപത്രിയിലേക്ക് വഴിയൊരുക്കുന്നതിൽ അനാസ്ഥ എന്ന ആരോപണം. എരുമപ്പെട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. നൂറുകണക്കിന് രോഗികൾ നിത്യേന എത്തിച്ചേരുന്ന എരുമപ്പെട്ടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന പ്രായമുള്ള രോഗികൾക്ക് ഒപിയിലേക്ക് എത്തിച്ചേരുന്നതിന് വഴിയൊരുക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാട്ടിയെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. ദുർബലരും അവശരും പ്രായമായവരുമായവർക്ക് വഴിയൊരുക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച മുൻപ് നിവേദനം നൽകിയിരുന്നു. ചുമതലയുള്ള സൂപ്രണ്ട് അടിയന്തരമായി രോഗികൾക്ക് സുഗമമായി എത്താനുള്ള സൗകര്യം ഒരുക്കിത്തരാം എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഇപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇക്കാര്യം അന്വേഷിക്കാൻ ആശുപത്രിയിലെത്തിയപ്പോൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥ മാറ്റണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇന്ന് സൂപ്രണ്ടിനെ നേരിട്ട് കാണുവാനും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും ഇവിടെ വന്നപ്പോൾ സൂപ്രണ്ട് ലീവാണ്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 2 ഡോക്ടർമാർ മാത്രമാണ് ഇന്ന് OPയിൽ ചികിത്സക്കായിട്ടുള്ളത്. ഈ തരത്തിൽ രോഗികളോട് കാണിക്കുന്ന അനാസ്ഥ, ആ അനാസ്ഥക്കെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ ശക്തമായ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ കോൺഗ്രസ് നേതാക്കളായ PS സുനീഷ്, സെഫീന അസീസ്, K ഗോവിന്ദൻകുട്ടി, MC ഐജു, AV ബിജു, നജീബ് കൊമ്പത്തേതിൽ, AU മനാഫ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഹോസ്പിറ്റലിൻ്റെ പിറകിൽ കാണുന്നത് പോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ പണി കഴിപ്പിച്ച് നിൽക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങുകൾ എത്രയും പെട്ടെന്ന് ഈ രോഗികൾക്ക്, പ്രായമായ ആളുകൾക്ക് ഡോക്ടർമാരെ കാണുന്നതിന് സൗകര്യപ്പെടുത്തുന്ന നിലക്ക് തുറന്നു കൊടുക്കണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ ഈ സമരം ഇവിടെ ഒരിക്കലും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തുറന്നു കൊടുക്കുന്നത് വരെ, പ്രായമായ രോഗികളുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ആവശ്യവുമായി സമരമുഖത്ത് ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത്.